ലെസന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ +1 ഫിസിക്സിലെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയെ കുറിച്ച് നമ്മൾ മുമ്പുള്ള ഓരോ ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. കൈനറ്റിക് എനർജി അതിന്റെ ഫോർമുലാസ് ഒക്കെ അറിയാം, എന്നാലും ഇവിടെ അതിനെ കുറിച്ച് പറയാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് K = ½ mv². അതായത് ഒരു m മാസുള്ള ഒബ്ജക്റ്റ് v എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് K = ½ mv². അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് മെഷർ ഓഫ് വർക്ക് can be done by a object measure of work an object can do by virtue of its motion. അതായത് ഈ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണമെന്നില്ല. അതായത് ആ ഡെഫിനിഷൻ പറയുന്നത് ഇതാണ്. കൈനറ്റിക് എനർജി എന്താന്നുള്ള ആ ഒരു സംഭവത്തെ കുറിച്ച് പറയാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മെഷർ ഓഫ് വർക്ക് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ഡു. ഒരു ഒബ്ജക്റ്റിന് ചെയ്യാൻ കഴിയുന്ന വർക്ക്, മെഷർ ഓഫ് വർക്ക്, അതിന്റെ എമൗണ്ട് ഓഫ് വർക്ക്, എത്ര വർക്ക് ചെയ്യാൻ കഴിയും ഒരു ഒബ്ജക്റ്റിന്, ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. അതിന്റെ മോഷൻ കാരണം ആ ഒബ്ജക്റ്റിന് എത്ര വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു മോഷനിലുള്ള ഒബ്ജക്റ്റിന് എത്ര വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു മെഷറാണ് എന്ത് തരുന്നത്, കൈനറ്റിക് എനർജി തരുന്നത്. കൈനറ്റിക് എനർജിന്റെ യൂണിറ്റും അപ്പം എന്തായിരിക്കും, ജൂൾ എന്നായിരിക്കും. വർക്ക് ഡൺ ആയതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് എമൗണ്ട് ഓഫ് വർക്ക് ആയതുകൊണ്ട് യൂണിറ്റ് എന്തായിരിക്കും, ജൂൾ എന്നായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 കിലോഗ്രാമുള്ള ഒബ്ജക്റ്റ് 2 മീറ്റർ/സെക്കൻഡിൽ പോവുകയാണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ × 10 × 2². 1/2 × 10 × 2², 5 × 4 20 ജൂൾ. അപ്പോൾ 10 കിലോഗ്രാമുള്ള ഒബ്ജക്റ്റ് 2 മീറ്റർ/സെക്കൻഡിൽ പോവുകയാണെങ്കിൽ അതിന് ചെയ്യാൻ കഴിയുന്ന വർക്കിന്റെ മെഷർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 20 ജൂൾ വർക്ക് അതിന് ചെയ്യാൻ കഴിയും. ആ ഒരു മോഷൻ കാരണം അതിന് എത്ര വർക്ക് ചെയ്യാൻ കഴിയും, 20 ജൂൾ ചെയ്യാൻ കഴിയും. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൈനറ്റിക് എനർജി സൂചിപ്പിക്കുന്നത് എമൗണ്ട് ഓഫ് വർക്ക് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ഡു ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. അതായത് ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നതാണ്. ഇതാണ് മെയിൻ ഫോർമുല. കൈനറ്റിക് എനർജി = ½ mv². ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കൈനറ്റിക് എനർജി = ½ mv². ഇനി അതിൽ പറയാനുള്ളത് വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. work done by a variable force. അപ്പൊ നേരത്തെ നമ്മളൊരു വർക്ക് ഡൺ പറഞ്ഞിരുന്നു. അത് കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ ഒരു കേസ് ആയിരുന്നു. കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന കേസ് ആയിരുന്നു. ഇവിടെ വേരിയബിൾ ഫോഴ്സ്, അതായത് ഡിസ്റ്റൻസിനനുസരിച്ച് എന്താകുന്നുണ്ട്, ഫോഴ്സിന്റെ എമൗണ്ട് മാറുന്നുണ്ട്. കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ല, വേരിയബിൾ ഫോഴ്സ് ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫിക്കൽ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണെങ്കിൽ ഇത് y ആക്സിസിൽ f(x), ഇവിടെ ഡിസ്പ്ലേസ്മെന്റ്. ഒബ്ജക്റ്റിന്റെ മോഷൻ ഇങ്ങനെയാണ് ഫോഴ്സ് എങ്കിൽ ഇത് xi ഇനീഷ്യൽ പൊസിഷൻ, ഇത് ഫൈനൽ പൊസിഷൻ. ഇത് ഇനീഷ്യൽ പൊസിഷനും ഇത് ഫൈനൽ പൊസിഷനും. അപ്പോൾ f(x) x ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ ഫോഴ്സ് പ്ലോട്ട് ചെയ്തിരിക്കുന്നു, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് പ്ലോട്ട് ചെയ്തിരിക്കുന്നു, ഇത് 0. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു സ്മോൾ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു സ്മോൾ റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് Δx-ഉം ഹൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ f(x)ഉം. അവിടുത്തെ f(x) എത്രയാണോ അതാണ് ഹൈറ്റും, അതുപോലെ അവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് Δx. അങ്ങനെയാണെങ്കിൽ സ്മോൾ വർക്ക് ഡൺ W എന്ന് പറയുന്നത് സ്മോൾ വർക്ക് ഡൺ Δw. അതായത് ചെറിയ എമൗണ്ട് ഓഫ് വർക്ക് നമ്മൾ സ്മോൾ റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യാണ്. Δx വിഡ്ത്തും
എഫ് ഓഫ് എക്സ് ആയിട്ടുള്ള. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് ആയിരിക്കും അവിടെയുള്ള സ്മോൾ വർക്ക് ഡൺ. അതുപോലെ ഇങ്ങനത്തെ കുറേ റെക്ടാങ്കിൾസിന്റെ ഏരിയ ആഡ് ചെയ്തായിരിക്കും എന്ത്? ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഒരു ചെറിയ ഏരിയ, ഈ ഏരിയ കൺസിഡർ ചെയ്തപ്പോൾ ഇവിടെ ഉള്ള ഒരു ചെറിയ വർക്ക് ഡൺ ലഭിച്ചു. അങ്ങനെ ഇതിന്റെ മൊത്തം ലഭിക്കണമെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള വർക്ക് ഡൺ ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്, സിഗ്മ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. പക്ഷെ ഈ വർക്ക് ടോട്ടൽ വർക്ക് നമ്മൾ പറഞ്ഞെങ്കിലും ഈ റെക്ടാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇത് ഓരോ ഈ റെക്ടാങ്കിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് വർക്ക് ഡൺ അല്ല ലഭിക്കുന്നത് നമുക്ക്. ഓരോ റെക്ടാങ്കിൾസ് എടുത്ത് അതിന്റെ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടോ? അപ്പൊ അതുപോലെ ഒരു കറക്റ്റ് വേരിയബിൾ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് വർക്ക് ഡൺ അല്ല ലഭിക്കുന്നത്. അപ്പൊ ഇതൊരു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡബ്ല്യു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് എന്നുള്ളതാണ്. സിഗ്മ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. ഈ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ റെക്ടാങ്കിൾ എടുത്ത് ഈ ഏരിയ ആഡ് ചെയ്യുമ്പോൾ എന്താണ് കറക്റ്റ് നമുക്ക് വർക്ക് ഡൺ ലഭിക്കില്ല. ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ? ഈ ഗ്യാപ്പിൽ ലഭിക്കുന്ന വർക്ക് ഡൺ എത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഓരോ ഇറർ കാരണം അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ് വർക്ക് ഡൺ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ സിഗ്മ ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ് വർക്ക് ഡൺ ആണ് അപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ വർക്ക് ഡൺ കറക്റ്റ് ലഭിക്കണേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡബ്ല്യു ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 സിഗ്മ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. അതായത് നമ്മൾ എടുക്കുന്ന ഈ ഡെൽറ്റ എക്സ് എന്നുള്ളത് വളരെ ചെറുതായിരിക്കണം. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറയുന്നത് 0ക്ക് അടുത്തുള്ള, ഇപ്പൊ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിലൊക്കെ പറയുന്നത് ഡെൽറ്റ ലിമിറ്റിന്റെ അത് പറയുന്നുണ്ട്. ലിമിറ്റ്സ് ആൻഡ് പ്ലസ് വൺ മാത്സിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ 0ക്ക് അടുത്തുള്ള വാല്യൂ ആണ് ഡെൽറ്റ എക്സ്. അതായത് സ്മോൾ ഡെൽറ്റ എക്സ് കൺസിഡർ ചെയ്യുക. അങ്ങനെ ഓരോന്നിന്റെ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കറക്റ്റ് വർക്ക് ഡൺ ലഭിക്കും. വർക്ക് ഡൺ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഈ സമ്മേഷൻ ചെയ്താൽ കറക്റ്റ് വർക്ക് ഡൺ ലഭിക്കും. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയും. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളതാണ്. ഇന്റഗ്രൽ എക്സ് ഐ ടു എഫ് എക്സ് എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത് എന്തിൽ നിന്ന് ലഭിച്ചാണ്? നേരത്തെ നമ്മൾ ചെയ്ത ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 സിഗ്മ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് എന്നുള്ള ഇതിൽ നിന്നാണ് നമുക്ക് ഇത് ലഭിച്ചത്. ഡബ്ല്യു ഈക്വൽ ടു എക്സ് ഐ ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇത് സിഗ്മ സമ്മേഷൻ ആണ്, ഇത് ഇന്റഗ്രേഷൻ. ഇതിന് ഈക്വൽ ആണ് എന്ത്? ഈ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അത് ചെയ്താൽ എന്ത് ലഭിക്കും? വർക്ക് ഡൺ ലഭിക്കും. വേരിയബിൾ ഫോഴ്സിന്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഫ്രം എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളതാണ്. ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇപ്പൊ ഇന്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി ഈക്വൽ ടു ഏരിയ അണ്ടർ ദ കർവ് area under the curve, sorry, area under the graph, area under the force displacement graph, area under the force displacement graph. അപ്പോൾ ഇന്റഗ്രൽ ഫ്രം എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒന്നെങ്കിൽ ഇങ്ങനെ ഇന്റഗ്രേറ്റ് വെച്ച് ചെയ്യാം, ഇന്റഗ്രേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്രാഫിക്കലി ഒരു റെക്റ്റാങ്കിൾ, ട്രെപ്പിസോയിഡ് അങ്ങനെയൊക്കെയുള്ള രൂപത്തിലുള്ള ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കർവ് തരികയാണെങ്കിൽ അതിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടാൽ, സോറി, ഏരിയ അണ്ടർ ദ ആ കർവ് കണ്ടാൽ നമുക്ക് എന്ത് ലഭിക്കും? വർക്ക് ഡൺ ലഭിക്കും.
അപ്പോൾ വർക്ക് ഡൺ എന്നുള്ളത് ഏരിയ അണ്ടർ ദ കർവാണ്. അതുപോലെ ഏരിയ അണ്ടർ ദ കർവ് എന്നുള്ളത് ഇത് എക്സ് ആക്സിസിന് മുകളിലാണെങ്കിൽ ഏരിയ എന്തായിട്ട് എടുക്കണം, പോസിറ്റീവ് ആയിട്ട് എടുക്കണം. അതുപോലെ എക്സ് ആക്സിസിന് താഴെയുള്ള ഏരിയ നെഗറ്റീവ് ആയിട്ടും എടുക്കണം. അതായത് എക്സ് ആക്സിസിന് താഴെയാണ് ഈ ഫോഴ്സിന്റെ കർവ് വരുന്നതെങ്കിൽ അവിടുത്തെ ഏരിയ എന്തായിട്ട് എടുക്കണം, എക്സ് ആക്സിസിന് താഴെയുള്ള ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പം ഇങ്ങനെയുള്ള ഒരു ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അതുപോലെ എക്സ് ആക്സിസിന് മുകളിലുള്ള ഏരിയ ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഈ ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, വർക്ക് ഡൺ ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പൊ അത് എക്സ് ആക്സിസിന് മുകളിലുള്ള ഏരിയ ആണെങ്കിൽ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞു, അത് എക്സ് ആക്സിസിന് മുകളിലാണെങ്കിൽ എന്ത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. അതുപോലെ എക്സ് ആക്സിസിന് താഴെ ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടും എടുക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏരിയ അണ്ടർ ദ കർവ്, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇത് O എന്ന് എടുത്തു, OABC, ഇത് D എന്ന് എടുത്താല് ഇത് f(x), ഇത് x. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് ഏരിയ ഓഫ് റെക്ടാങ്കിൾ OABD, ഏരിയ ഓഫ് റെക്ടാങ്കിൾ OABD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC, ഏരിയ ഓഫ് ട്രയാങ്കിൾ BDC. ഇപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കർവാണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയകൾ എന്ന് പറയുന്നത് ഈ റെക്ടാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും കൂടി ആഡ് ചെയ്താൽ എന്ത് ലഭിക്കും, ഇവിടുത്തെ വർക്ക് ഡൺ ലഭിക്കും. ഇങ്ങനെയാണ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ഫോർമുല ഉപയോഗിക്കാം, xi to xf f(x) dx. f(x) ഒരു എക്സിന്റെ രൂപത്തിൽ തരികയാണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താലും നമുക്ക് എന്ത് ലഭിക്കും, വർക്ക് ഡൺ ലഭിക്കും. അപ്പൊ ഇങ്ങനെയാണ് വർക്ക് ഡൺ ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.